കേസിൽ വകുപ്പിലിടുമ്പോൾ പോലീസ് അതിനകത്ത് കൃത്യമായി പ്രസംഗം കേട്ടില്ല എന്നുള്ളൊരു അങ്ങനെ വരുന്നുണ്ട്. കോടതി പിന്നീട് പരാമർശിക്കുക കൂടി ചെയ്തു. ഒരിക്കലും പരാമർശിച്ചിട്ടില്ല. കേട്ടില്ല എന്നുള്ള അതിന്റെ ഫുൾ ടെക്സ്റ്റ് ഞങ്ങൾ തന്നെ ഹാജരാക്കി കൊടുത്തിട്ടുണ്ട്. ആ ഫുൾ ടെക്സ്റ്റ് മുഴുവൻ പരിശോധിച്ചിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ അത് വലിയൊരു അതിലൊക്കെ പറയുമ്പോൾ ജുഡീഷ്യറിയിലെ അവിടുത്തെ മജിസ്ട്രേറ്റിനെ കൂടെ വാസ്തവത്തിൽ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ഗവർണർ മജിസ്ട്രേറ്റിനെ പറ്റി അന്വേഷിക്കണം. അവർ കൊടുത്തത് ആരാ കൊടുത്തത്? കേസ് കോൺഗ്രസിന്റെ നേതാവാ, വീക്ഷണത്തിന്റെ കോഴിക്കോട്ടെ ബ്യൂറോ ചീഫാ, സാധാരണക്കാരനല്ല. അയാൾ കൊടുത്തതിനകത്തുള്ള വകുപ്പുകൾ അനുസരിച്ച് ഞാൻ രാജ്യദ്രോഹ കുറ്റം, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട്, പിന്നെ മൂന്നാമതായിട്ട് ഗൂഢാലോചന നടത്തി. ഇത് മൂന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കേസിട്ട ആ വകുപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. 120B എഫ്ഐആറിൽ ഇതൊന്നും കേട്ടുകഴിവില്ലാത്ത ഇന്ത്യയിൽ ഒരു സ്ഥലത്തും 120B, 145, 153 വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഏത് ശബരിമല സമരത്തിൽ ഏത് മുസ്ലിമുകളെ കുറിച്ചാലുള്ള ആരെങ്കിലും ഒരാള് ആക്ഷേപം പറഞ്ഞു ഒരു നിങ്ങൾ ഒരു ഒറ്റ സംഭവം പറയാൻ പറ്റുമോ? രണ്ടാമത് ഗൂഢാലോചന, മൂന്നാമത്തേത് കുറ്റത്തിന് പ്രേരിപ്പിച്ചു. അത് രാജ്യത്തിന്റെ എതിരായിട്ട് കുറ്റത്തിന് പ്രേരിപ്പിച്ചു. അങ്ങനെ ഒരു വകുപ്പിടണമെന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ നടപടിക്രമങ്ങൾ, അതിന് കോടതി അതിലേക്കൊന്നും പോയിട്ടില്ല, അതാരും ഉന്നയിച്ചിരുന്നുമില്ല. ഞാനിപ്പോൾ അത് വായിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അങ്ങനെ ഒരു കുറ്റമെടുക്കണമെങ്കിൽ സ്പെഷ്യലായി പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് സാങ്ഷൻ വേണം. സാങ്ഷനും ഇല്ല. അതുകൊണ്ട് ഞാൻ പറയും, ഈ വിചിത്രമായ ഒരു കേരളത്തിലെ അന്നത്തെ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഭിഭാഷക വൃത്തിയിൽ ഞാൻ മോശക്കാരല്ലാണെങ്കിൽ LDFകാരും UDFകാരും എന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി 12 കേസ് നിയമിച്ചിട്ടുണ്ട്. അന്നും ഞാൻ ഒരു പാർട്ടിയുടെ ചുമതലക്കാരനായിരുന്ന കാലത്ത് നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്റെ കഴിവില്ലെന്നവർക്ക് അതാരും പറയില്ല. കോടതിയും പറഞ്ഞിരിക്കുന്നു, ഒരു പ്രഗത്ഭനായ അഭിഭാഷകനായതുകൊണ്ട് തന്ത്രിക്ക് ആ സമയത്ത് വിളിച്ചു ചോദിക്കേണ്ടി വന്നു. വിളിച്ചു ചോദിച്ചപ്പോൾ കിട്ടിയ ഉത്തരം, നിങ്ങൾക്ക് അടച്ചിടാം, നിങ്ങൾക്ക് ഈ സുപ്രീം കോടതി വിധി അംഗീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുകയും സാറ് പറഞ്ഞത് മതി എന്ന് പറഞ്ഞ് അദ്ദേഹം പൂട്ടിയിട്ടുന്നുമാണ്. ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് ഇതിനെപ്പറ്റി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള ഞാൻ പറയുന്നു, അദ്ദേഹം ഇത് മുഴുവൻ ഒന്ന് വായിക്കട്ടെ. വായിച്ചിട്ട് ഇതൊക്കെ ഈ മണ്ടത്തരം, മണ്ടത്തരം, ഹിമാലയൻ മണ്ടത്തരത്തിന് അവാർഡ് കൊടുക്കണമെങ്കിൽ അന്നത്തെ പ്രോസിക്യൂഷൻ അതുപോലെ കുറ്റാന്വേഷണ വിഭാഗങ്ങൾക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൽ പോകണോ വേണ്ടെന്നുള്ള ഞാൻ അതിനൊക്കെയുള്ള വകുപ്പ് എനിക്കറിയാം. അത് ഞാൻ ആലോചിച്ചിട്ടില്ല. അവരെല്ലാം പറയുന്നത് അന്നത്തെ ഗവൺമെന്റ് ഇങ്ങനെ വിളിച്ച് കമ്പനി ചെയ്തപ്പോൾ ഇങ്ങനെ FIR ഇടേണ്ടി വന്നു. അവർ വകുപ്പ് പരിധി നടന്നിട്ട് കഷ്ടപ്പെട്ടു. അവസാനം കണ്ട 505 ഒന്നെന്ന് പറഞ്ഞൊരു വകുപ്പ് അങ്ങ് ഇട്ടു എന്നാണ്. 505 സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇപ്പൊ ഗവർണർ ആയതുകൊണ്ട് ഇതൊക്കെ പറയാൻ നമ്മുടെ സുരേഷിനെ പോലെ എനിക്ക് സ്വാതന്ത്ര്യമില്ലല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫലം വലിയ രീതിയിൽ BJPക്ക് പാലക്കാട് വലിയ അതിന്റെ സംസ്ഥാന ഞാൻ ഗവർണർക്ക് രാഷ്ട്രീയമില്ലല്ലോ, അതുകൊണ്ട് അദ്ദേഹമാണ്. ഞാൻ മാവലായിക്കാരനാണ്. ഗവർണർ എന്ന നിലയിൽ ചോദ്യം ഗോവക്കാരനെ മാവലായി എന്ന് പറയുന്നത്. ഗവർണർക്ക് രാഷ്ട്രീയമില്ല, അതുകൊണ്ടാണ് ഞാൻ മാവലായിക്കാരനാന്ന് പറഞ്ഞത്. അതിൽ പറയേണ്ടതിനവർക്ക് ഒരു മറുപടി ഉണ്ട്. ചെങ്ങന്നൂരില് ഞാൻ കാൻഡിഡേറ്റായിട്ട് ഞാൻ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ കാൻഡിഡേറ്റ് ആകാൻ ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു സ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല, ഗവർണർ സ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല. പ്രസ്ഥാനം തന്നതല്ല, എനിക്കെല്ലാം തന്നു, അതിനെ മാനിച്ചിട്ടുണ്ട്, അതിനപ്പുറമില്ല. ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഒരിക്കലും കാൻഡിഡേറ്റ് ആകാൻ ആഗ്രഹിച്ചതല്ല. എന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പം നിങ്ങൾ പത്രക്കാരോട് എനിക്ക് പറയാൻ പറ്റില്ല, കൈയും കാലും കെട്ടി അവിടെ സ്ഥാനാർത്ഥിയാക്കി. എന്തായാലും 2006 തെരഞ്ഞെടുപ്പിൽ 6000 വോട്ട് കിട്ടിയ സ്ഥാനത്ത് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9600 വോട്ട് കിട്ടിയ സ്ഥാനത്ത് 44,000 വോട്ട് കിട്ടി. പിന്നെ എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് ഒരു 5000 വോട്ടുകൂടെ കിട്ടിയിരുന്നെങ്കിൽ അവിടെ ഞാൻ MLA ആകുമായിരുന്നു. MLA ആയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഗവർണറായിട്ട് ഇങ്ങനെ ഈ കാറും അകമ്പടിയോട് നടക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ ഭാഗ്യവാനാണ്. അല്ല, ഈ പാലക്കാട് വലിയ രീതിയിലുള്ള ഒരു വോട്ട് ചോർച്ചയാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ഞാൻ മാറിക്കഴിഞ്ഞിട്ട് ഇതോട് ചോദിക്കും. സംസ്ഥാന അധ്യക്ഷൻ രാജിവെച്ചിട്ടല്ലേ ഞാന് ഗവർണറായി. അവരോട് ചോദിക്കുന്നു. പിന്നെ നിങ്ങൾ ഇത്ര കേരളത്തിലെ BJP ലീഡർഷിപ്പിന് ഒരു ക്ഷാമവുമില്ല, നല്ല കുട്ടികളെ സ്റ്റേറ്റിന്റെ ഭാരവാഹികളായിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും.
അത് സ്വാഭാവികമല്ല. ജനാധിപത്യ ക്രമത്തിലെ ഇങ്ങനെ മാറ്റം അനിവാര്യമല്ല. ഈ സന്ദീപ് വച്ചസ്ഥിതി അടക്കം ഫേസ്ബുക്കിൽ തുറന്ന് പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ അദ്ദേഹത്തോട് ചോദിക്കും. അദ്ദേഹം ഇവിടെ തിരുവനന്തപുരത്ത് താമസക്കാരുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്തല്ലേ മജാസ്പതി. സന്ദീപ് എന്ന് പറയുമ്പം പെട്ടെന്ന് രണ്ട് കാര്യം ഓർമ്മ. ഇനി ഒന്ന് ഓർത്ത് സന്ദീപ് വാര്യര് പോയത് വലിയ തിരിച്ചടിയാവും തോന്നുന്നുണ്ടോ? ശ്രീധരൻ സാറിന് എന്ത് എനിക്കൊരു അഭിപ്രായമില്ല. ഞാൻ അതിനെപ്പറ്റി പറയത്തുമില്ല, അഭിപ്രായം പറയത്തുമില്ല.